ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് 10 മണിച്ചെടി നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുപോലത്തെ 2 പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പൊട്ടുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് 10 മണിച്ചെടികൾ നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ ഇതിന് റൗണ്ടിൽ ഇങ്ങനെ ഹോൾസ് കൊടുത്താലോ എന്ന് കുറച്ച് ആലോചിച്ച് പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട, ഇങ്ങനെ തന്നെ നടാന്നുള്ളത്. റൗണ്ടിൽ കൊടുത്താലും നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഞാൻ മഴക്കാലമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ട് നന്നായിട്ടുണ്ടായി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ഈ പാത്രം അങ്ങനെ വേണമെങ്കിൽ റൗണ്ടിലാക്കി പിന്നെ നടും ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 10 മണിച്ചെടികളൊക്കെ നമ്മളടുത്തുള്ളതൊക്കെ ഇപ്പോൾ ഒരു വിധമൊക്കെ കഴിഞ്ഞിന്. അപ്പോൾ പുതിയ പുതിയ തണ്ടുകൾ കിട്ടുന്ന സമയത്ത്, പല വെറൈറ്റി തണ്ടുകൾ കിട്ടുന്ന സമയത്ത് വേഗം നട്ട് പിടിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതിൽ ഫസ്റ്റ് തന്നെ ഈ 2 പാത്രത്തിൽ നമ്മളെ കരിയില നിറയെ നിറച്ച് വെച്ചിന് കേട്ടോ. കരിയിലകൾ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സാദാ മണ്ണ് കേട്ടോ, പോട്ടി മിക്സ് ഒന്നും കൂട്ടിയിട്ടില്ല, സാദാ മണ്ണ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ അടുക്കളയിലുള്ള കിച്ചണിലുള്ള പച്ചക്കറീൻ്റെ അതൊക്കെ ഉണ്ടാവുമല്ലോ, ഉള്ളിത്തൊണ്ട് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നട്ടുന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അതിട്ട് കൊടുക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കരിയില ഇട്ട് അതിൻ്റെ മുകളിലേക്ക് സാദാ മണ്ണ് മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ അതായിട്ട് ഞാൻ 2 പാത്രത്തിലും ഇതുപോലെ ഇങ്ങോട്ട് മണ്ണ് നിറച്ച് കൊടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമുക്ക് 10 മണിച്ചെടികൾ നട്ട് പിടിപ്പിക്കാം. പിന്നെ ഇത് ഞാൻ എന്താണെന്നോ കുറച്ച് നമ്മളേമ്മ ഉള്ളത് കട്ട് ചെയ്യട്ടെ. ഇതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് വേറെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് നല്ല തരം 10 മണിച്ചെടികൾ കിട്ടീനി. അപ്പോൾ അത് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ അടുത്തുള്ളതുകൂടി അങ്ങോട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടും കൂടി മിക്സായിട്ട് തന്നെ നടാൻ, അതാണല്ലോ ഭംഗി ഉണ്ടായത്. ഒരേ തരം പൂവ് ഉള്ളതിനായിട്ട് നല്ലതന്നെ പല തരം പൂവുകളായിട്ട് വിരിഞ്ഞിരിക്കുന്നതാണല്ലോ കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതുകൂടി കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ബാക്കി ഇതാട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് ഒരു കോലെടുത്ത് ഇങ്ങോട്ട് കുത്തിയിട്ട് ഇതിലേക്കായിട്ട് നട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ മഴയൊക്കെ ആകുമ്പം തരാൻ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാഞ്ഞാൽ വേഗം അതുപോലെ തന്നെ ചീഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ നമ്മളടുത്ത് ഒരുപാടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സെയിൽ ചെയ്തൊക്കെ മഴ ആയതുകൊണ്ട് കുറേയൊക്കെ സെയിൽ ചെയ്തിന്. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് കുറേ 10 മണിച്ചെടികളൊക്കെ ഇപ്പം ഇല്ലാതായിന്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഒന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് അടുത്ത് പുതിയത് വളർത്തിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിതാ ഇതിൽ നട്ട് പിടിപ്പിക്കുന്നത്. ഇതിൽ നട്ട് പിടിപ്പിച്ചിട്ടും വേണം നമുക്ക് പല ഡിസൈനുകളിലും പല രീതിയിലും നമുക്ക് 10 മണിച്ചെടികൾ നട്ട് പിടിപ്പിക്കാൻ. ഫസ്റ്റ് നമ്മളെ കയ്യിൽ 2-3 തണ്ടുണ്ടായിട്ട് അതിന്മേൽ തന്നെ നമുക്കൊരു 10 മണിച്ചെടി ഗാർഡൻ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് തണ്ടിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളടുത്ത് 1-2 തണ്ടിട്ട് ഇതുപോലെ കുഴിച്ചിട്ട് പിടിപ്പിക്കാം. പിന്നെന്ത് ചെയ്യുക, നമുക്കിത് ഉണ്ടായതിന് ശേഷം ദീപം തന്നെ തണ്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നടണം അത് രീതിയിലൊക്കെ നട്ട് പിടിപ്പിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഏത് ടൈമിലും പൂവ് ഉണ്ടാവും ചെയ്യും. മഴ ആയാലും വേണ്ടിയിട്ട് വെയിലാണെങ്കിൽ ഏത് സമയത്ത് ഇതിൽ പൂവ് വരിക. പിന്നെ ആ പൂവ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല, വാടി പോവുക സാധാരണയാണല്ലോ. നല്ലതാ നട്ട് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നട്ടപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചെടിയാണ് ഈ 10 മണിച്ചെടി. ഈ 10 മണിച്ചെടിനോട് നമുക്കൊരു ശല്യമില്ല, വേഗം പിടിക്കും, നല്ല പെട്ടെന്നുണ്ടാവും. അധികം വളവും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നട്ട് 2 പാത്രത്തിലും ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവരൊക്കെ മുട്ടുണ്ട് ചെയ്ത് കേട്ടോ. ഇനി നമുക്കിത് എവിടെ വെക്കണമെന്നുള്ളതും കാണിച്ചുതരാം. നമ്മളിപ്പോൾ ഇവിടെ കേട്ടോ വെക്കുന്നത്. അപ്പോൾ മുൻഭാഗത്ത് ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് മാറ്റം വേണം, ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കന്നെ. അപ്പോൾ ആരൊക്കെ കയ്യിലാണ് 10 മണിച്ചെടികൾ ഉള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. നിങ്ങളെ കയ്യിൽ ഏതൊക്കെ കളറുകളാണുള്ളത്. നമ്മൾ അടുത്ത് ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരുപാടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.